സിറിയയിൽ ആഭ്യന്തര കലാപം വീണ്ടും ആഞ്ഞടിച്ചപ്പോൾ എന്താണ് സിറിയയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഏവരും ഉറ്റുനോക്കുന്ന ഒന്നായിരുന്നു. സിറിയയുടെ ഓരോ സ്ഥലവും വിമതസേന പിടിച്ചെടുക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏറ്റവും ഒടുവിൽ സിറിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ദമാസ്കസ് പിടിച്ചെടുക്കുകയും സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസാദ് രാജ്യം വിട്ടു തുടങ്ങിയ വാർത്തകൾ എല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ദമാസ്കസ് പിടിച്ചെടുത്തതോടെ 24 വർഷത്തെ അടിച്ചമർത്തൽ ഭരണത്തിൽ നിന്നും മോചിതരായ സിറിയൻ ജനതയുടെ വാക്കുകൾ. ബഷർ ആസാദ് കുടുംബത്തോടൊപ്പം രാജ്യം വിട്ടതിനാൽ സിറിയൻ ജനതയുടെ അടങ്ങാത്ത ആഹ്ലാദത്തിന് പിന്നിലെ കാരണം അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ഞെട്ടനാണ് ലോകത്തിനുണ്ടായത്. അത്രത്തോളം അടിച്ചമർത്തൽ ഇരയായവരായിരുന്നു സിറിയൻ ജനത. കൂടുതൽ അറിയാം ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ബഷർ ആസാദിന്റെ വീഴ്ച ലോകമെമ്പാടുമുള്ള സിറിയക്കാർ ആഘോഷമാക്കിയിരിക്കുകയാണ്. എന്താണ് അതിനുള്ള കാരണം? വിമതർ ദമാസ്കസ് പിടിച്ചെടുത്തപ്പോൾ സിറിയൻ ജയിലിൽ നിന്നും ആയിരക്കണക്കിന് തടവുകാരാണ് മോചിതരായത്. 54 കൊല്ലത്തെ അസാദ് ഭരണകൂടത്തിന്റെ ക്രൂരതകൾ അന്ത്യം കുറിച്ചിരിക്കുകയാണ് വിമതസേന. അസാദിന്റെ പിതാവിന്റെയും അസാദിന്റെയും ചിത്രങ്ങളും പ്രതിമകളും തച്ചുടച്ചുകൊണ്ടായിരുന്നു വിമതർ ആസാദിന്റെ വീഴ്ചയെ ആഘോഷമാക്കിയത്. അതിന്റെ കൂടെയാണ് അസാദിന്റെ ക്രൂരതയിൽ ജയിൽ തടവുകളിൽ ബന്ധിപ്പിക്കപ്പെട്ട തടവുകാരെ വിമതർ മോചിപ്പിച്ചത്. അങ്ങനെ മോചിപ്പിച്ച തടവറകളിൽ ഒന്നായിരുന്നു സിറിയയിലെ വെളിച്ചം പോലും കടക്കാത്ത നിഗൂഢമായ തടവറ. ആ തടവറയാണ് സെക്നായ തടവറ. സിറിയയിലെ കശാപ്പുശാല എന്ന് അതിനെ വിളിക്കാം. കൊടിയ പീഡനങ്ങൾക്കും മനുഷ്യകുരുതിക്കും കുപ്രസിദ്ധി നേടിയ ഈ തടവറയെ കുറിച്ച് പുറത്തു വരുന്നത് മനുഷ്യത്വരഹിതമായ വാർത്തകളാണ്. അത്രയും ഞെട്ടിപ്പിക്കുന്നതും ഭയാനകവുമായ വാർത്തകൾ. ഒരു ഇരുട്ടുമുറിയിൽ കുറച്ചുനേരം ഇരിക്കുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ വർഷങ്ങളോളം വെളിച്ചം പോലും കാണാതെ ഇരുട്ടറകളിൽ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായി കഴിഞ്ഞു വന്ന അവസ്ഥ ചിന്തിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ജീവനുള്ള പ്രതിമകൾ പോലെയാണ് അവർ അതിനകത്ത് കഴിഞ്ഞിരുന്നത്. എന്തിനായിരുന്നു അവർ ഇത്തരത്തിലുള്ള തടവറകളിൽ കഴിയേണ്ടി വന്നത്? അത്രത്തോളം എന്ത് ക്രൂരമായ തെറ്റാകും അവർ ചെയ്തു കാണുക? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരിലും ഉണ്ടാകും. എന്നാൽ ഭരണകൂടത്തെ വിമർശിച്ചതിന്റെ പേരിലാണ് അവർ ഈ നരകയാതനയ്ക്ക് വിധേയരാകേണ്ടി വന്നത്. 27 വർഷത്തോളമായി വായുവും വെള്ളവും കുറഞ്ഞ ഇരുട്ടറകളിൽ അവർ ജീവശവം പോലെ കഴിഞ്ഞു വന്നത്. എന്താണ് പുറം ലോകത്ത് നടക്കുന്നതോ ലോകം എങ്ങനെയാകും എന്ന് ചിന്തിക്കാനുള്ള ശേഷി പോലും പലരിലും നഷ്ടമായിരുന്നു. ബഷർ ആസാദിന്റെ പിതാവിന്റെ മരണശേഷം ആസാദ് ഭരണം ഏറ്റെടുത്തത് പോലും തടവറയിലെ പലരും അറിഞ്ഞിരുന്നില്ല. തങ്ങളെ എന്തിനാണ് മോചിപ്പിച്ചതെന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാതെ സ്തംഭിച്ചു നിന്നവർ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് കാലുകുത്തിയപ്പോൾ വെളിച്ചത്തെ ഭയന്ന് ഓടിയവർ. അങ്ങനെ 27 വർഷം നീണ്ട ഇരുട്ടറയിൽ നിന്നും പുറത്തു കടക്കുമ്പോഴെല്ലാം അവരുടെ കണ്ണുകൾക്ക് പുതുമയുള്ളതുപോലെ ചുറ്റിനും നോക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഇവിടെ തീരുന്നില്ല ആസാദിന്റെ ക്രൂരതകൾ. സെക്നായ തടവറയെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. മനുഷ്യലംഘനങ്ങൾക്ക് പേരുകെട്ട തടവറയെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന കഥകൾ. ഭൂമിക്കടിയിലായി തട്ടായാണ് ഈ തടവറകൾ പണിഞ്ഞിരിക്കുന്നത്. 2011 ആഭ്യന്തര കലാപത്തിന് ശേഷം വിചാരണ പോലും ചെയ്യാതെ ആയിരക്കണക്കിന് ആളുകളെയാണ് ജയിലുകളിലേക്ക് തള്ളിവിട്ടത്. എത്ര പേരാണ് നിഗൂഢ തടവറയിൽ അകപ്പെട്ടിരിക്കുന്നതെന്നുള്ള കണക്കുകൾ പോലും ഇപ്പോഴും വ്യക്തമല്ല. ക്രൂര പീഡനങ്ങൾക്കും പട്ടിണി കിടന്നുള്ള പീഡനങ്ങളും തടവറയിൽ വെച്ച് മരിച്ചവരുടെ കണക്കുകൾ പോലും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നിനും ഒരു തെളിവോ സാക്ഷികളോ ഇല്ലാത്ത ക്രൂരമായ പീഡനങ്ങൾ. തടവിലാക്കപ്പെട്ടവരുടെ ഉറ്റവർക്കാർക്കും അറിയില്ല പലരും ഇന്ന് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നതുപോലും. അറിയാത്ത കഥകൾ ഒരുപാടുണ്ട് ഈ നിഗൂഢമായ തടവറയ്ക്ക് പിന്നിൽ. സ്വതന്ത്രരായവർക്ക് ഇനി മുന്നോട്ട് എന്ത് എന്ന ചോദ്യം പോലും സ്വയം ചോദിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മരവിപ്പാണ് ആ ജയിലറകൾ അവർക്ക് നൽകിയിട്ടുള്ളത്. പലർക്കും അവരവരുടെ പേരുകൾ പോലും ഓർമ്മയില്ലായിരുന്നു. പകരം ഓർമ്മയുള്ളത് ജയിലറകളിലെ ഓരോരുത്തരുടെയും നമ്പറുകൾ മാത്രം. തന്റെ രൂപം എന്താണെന്നോ താൻ ഇപ്പോൾ എങ്ങനെയാണെന്നോ പോലും ആർക്കും അറിയില്ല. വീടെവിടെ, നാടെവിടെ, ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം മറന്നുപോയോ? ആകെയുള്ള കാഴ്ച ഇരുട്ട് നിറഞ്ഞ മുറികളും ഇരുട്ട് നിറഞ്ഞ മനുഷ്യരും കൊടിയ പീഡനങ്ങളുടെ ഓർമ്മകളും മാത്രം.
പെട്ടെന്ന് സ്വതന്ത്രമായപ്പോൾ എന്തെന്നില്ലാത്ത ഒറ്റപ്പെടലും അസ്ഥിരതയും പുറം ലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ മാത്രം. തിരികെ ആ ഇരുട്ടിലേക്ക് പോകാൻ ബിംബുന്നവർ വേറെ. അവർക്ക് സുപരിചിതമല്ലാത്ത ലോകത്തേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ വെളിച്ചത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് ഒരുപാട് സമയം വേണ്ടിവരും. ലോകം ഇപ്പോഴാണ് സിറിയയിലെ ഇത്തരത്തിൽ നൂറുകണക്കിന് രഹസ്യ അറകളുള്ള തടവറകളെ അറിയുന്നത്. ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ് സൈനായ തടവറ. അസദിനെയും കുടുംബത്തെയും ഭരണത്തെയും വിമർശിച്ചവർ ഓരോരുത്തരുമാണ് ആ നരകത്തിൽ ഉണ്ടായിരുന്നത്. 1987 സ്ഥാപിതമായ ഈ ജയിൽ ഭരിച്ചിരിക്കുന്നത് സിറിയൻ മിലിറ്ററി പോലീസ് ആയിരുന്നു. 20,000 ആളുകളെ വരെ താമസിക്കാൻ ശേഷിയുള്ള ഒരു ജയിൽ. ഇതിൽ ഇനിയും എത്ര രഹസ്യ മുറികൾ സ്വതന്ത്രമാക്കാനുണ്ടെന്ന് ആർക്കും അറിയില്ല. എത്ര പേർ ഇപ്പോഴും പുറം ലോകത്തേക്ക് വരാതെ അകപ്പെട്ടിട്ടുണ്ടെന്നും ആർക്കും അറിയില്ല. രഹസ്യ അറകളും രഹസ്യവാതിലുകളും എല്ലാം സൈനികർക്ക് മാത്രം അറിവുള്ളൂ. ആരൊക്കെ എവിടെയൊക്കെ പാർക്കുന്നു എന്ന് തീരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലാണ് ജയിലിന്റെ നിർമ്മാണം. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ഓരോ ദിവസവും ജയിലിൽ 1 ഡസൻ ആളുകളെങ്കിലും വധിക്കപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കൈക്കുഞ്ഞുങ്ങൾ വരെ ആ നരകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിലും വേദനാജനകമായ ഒന്നാണ്. മനുഷ്യരുടെ അറവശാല എന്നാണ് ഈ തടവറയെ വിളിച്ചിരുന്നത്. തൂക്കിലേറ്റുന്നതിന് മുൻപ് വരെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നവർ. തടവറയിലെ മാനസിക പീഡനത്തിന്റെ തടുക്കുന്ന ഓർമ്മകൾ ഇനി എത്ര സ്വാതന്ത്ര്യം ലഭിച്ചാലും അവർക്ക് ട്രോമകളായി ജീവിതാവസാനം വരെ ഉണ്ടാകും. ഒരിക്കലും കരകയറാൻ സാധിക്കാത്ത വണ്ണം സ്ത്രീകളെ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇടയാക്കും. ഏത് നിമിഷവും തൂക്കിലേറ്റപ്പെടാമെന്ന ഭയത്തിൽ ഓരോ ദിവസവും തങ്ങി നീക്കുകയായിരുന്നു അവർ ഓരോരുത്തരും. മോചിതരായവർ ഇനി ആ ഓർമ്മകളെ തരണം ചെയ്യാൻ ഒരുപാട് കാലമെടുക്കും. ഇതുപോലെ ലോകത്തെ പലയിടങ്ങളിലും ഉണ്ടാകും ഇത്തരത്തിലുള്ള അറിയാക്കഥകൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക.